അയ്യോ അയ്യോ മേഘം കൂടാതെ തന്നെ മഴ പെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സുർത്താൽ നഗർ മുഴുവനും വന്നിരിക്കുന്നത് എന്താണ്? ഇങ്ങോട്ട് നോക്കൂ, തണ്ണിമത്തന്റെ മഴ. ഇതിൽ നാശനഷ്ടം സംഭവിച്ചത് ആർക്കാണ്? അങ്ങോട്ട് നോക്കൂ, സുർത്താൽ നഗറിലെ ജനങ്ങൾക്കാണ്. ഇതാണ് ആൽബർട്ടോയുടെ വീട്ടിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന യഥാർത്ഥമാക്കുന്ന 3D കണ്ണാടി. ഓ ആശാനേ, ഇത് നിങ്ങൾ തന്നെ വെക്കാവും നല്ലത്. ഈനാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടുന്ന പോലെ. ഒരു പ്രാവശ്യം ഗുരു ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥമാക്കുന്ന ഈ 3D കണ്ണാടി അങ്ങനെ ഒട്ടിപ്പിടിക്കും. കച്ചാക് ഒട്ടിപ്പിടിക്കും കച്ചാക്. പിന്നീട് ഒരിക്കലും ഈ കണ്ണാടി ഊരിയെടുക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ഞാൻ ഇത് മാറ്റിവെക്കാൻ പോകുന്നു ഗുരുവിന്റെ കണ്ണാടിക്ക് പകരം. കേട്ടോ പോലെ ഇതുപോലത്തെ ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. അതാണ് ഈ വിശ്രമം. ഇപ്പോൾ ഗുരു ഈ യഥാർത്ഥമാക്കുന്ന 3D കണ്ണാടി കാരണം ഏത് സാധനത്തിന്റെ ഫോട്ടോ കാണുന്നുവോ ആ സാധനം യഥാർത്ഥത്തിൽ അവന്റെ മുന്നിൽ വന്ന് നിൽക്കും. വിഷും വിഷും ഇനി ഗുരുവിനും പോലേക്കും കിട്ടും ഡിഷും ഡിഷും. ഗുരു അങ്ങോട്ട് നോക്കൂ, ആകാശത്ത് എയ്റോപ്ലെയിൻ. ഫുട്ബോളിന്റെ പരസ്യമാണെന്ന് തോന്നുന്നു. എടാ അത് ഫുട്ബോൾ ഒന്നും അല്ലടാ, തണ്ണിമത്തന്റെ പരസ്യമാണ്. എടാ എന്റെ ചക്കരെ, ആ തണ്ണിമത്തൻ ഇപ്പൊ എന്റെ കൈന്റെ അടുത്തുള്ളത് പോലെ എനിക്ക് കാണാൻ പറ്റുന്നടാ. സത്യം പറഞ്ഞാൽ അത് വെറും പടം മാത്രമാണ്, എന്നാൽ യഥാർത്ഥ തണ്ണിമത്തൻ പോലെയുണ്ട്. എടാ അതിപ്പോ പോസ്റ്ററിന് താഴേക്ക് വീണോണ്ടിരിക്കാടാ. പോലെ അങ്ങോട്ട് നോക്കടാ. അയ്യോ അയ്യോ മേഘം കൂടാതെ തന്നെ മഴ പെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സുർത്താൽ നഗർ മുഴുവനും വന്നിരിക്കുന്നത് എന്താണ്? ഇങ്ങോട്ട് നോക്കൂ, തണ്ണിമത്തന്റെ മഴ. ഇതിൽ നാശനഷ്ടം സംഭവിച്ചത് ആർക്കാണ്? അങ്ങോട്ട് നോക്കൂ, സുർത്താൽ നഗറിലെ ജനങ്ങൾക്കാണ്. എടാ എന്റെ പൊന്നു പോലെ, ഈ കണ്ണട എനിക്ക് അഴിക്കാൻ പറ്റുന്നില്ലടാ. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനടാ. നോക്ക് ഗുരു, നീ എല്ലാം യഥാർത്ഥമാക്കുന്ന ഈ 3D കണ്ണട എന്തിനാണ് അണിഞ്ഞത്? ഈ കണ്ണട വളരെ ഡേഞ്ചറാണ്. നീ ഈ കണ്ണട അണിഞ്ഞുകൊണ്ട് ഏത് ഫോട്ടോ നോക്കുന്നുവോ ആ ഫോട്ടോയിലുള്ള സാധനം യഥാർത്ഥമായി മാറും. എന്താ? കാരണം 2D ഫോട്ടോ റിയലായി 3D സാധനമായി മാറുന്നതായിരിക്കും. എടാ ഇതില് ഞാൻ എങ്ങനെ കുടുങ്ങിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ക്ഷമിക്കൂ സുഹൃത്തുക്കളെ, ഞാൻ കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി. കേൾക്കൂ കൂട്ടുകാരെ, ഞാൻ എന്റെ കണ്ണുകൾ ഇപ്പോൾ മുതൽ അടയ്ക്കാൻ പോവുകയാണ്. അതോടെ തീരും എല്ലാ പ്രശ്നങ്ങളും. മേജറിന്റെ ഫാൻ മേജറിന് വേണ്ടി ഒരു പെയിന്റിംഗ് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. മേജർ നിങ്ങൾക്ക് എല്ലാവർക്കും പെയിന്റിംഗ് കാണിച്ചു തരും. പെയിന്റിംഗ് കാണാൻ തുടങ്ങിക്കൊള്ളൂ. ലെഫ്റ്റില് കാണൂ, റൈറ്റില് കാണൂ. മേജർ സാർ, ഉടനെ തന്നെ ഈ പെയിന്റിംഗ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോളി. ഈ പെയിന്റിംഗിന്റെ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയൂ. പോലെ പറയാം. മേജർ സാർ, അങ്ങ് പെയിന്റിംഗിന്റെ സ്ക്രീൻ മാറ്റും ദാ ഇതുപോലെ. അപ്പോൾ ഗുരു ഇതിനെ നോക്കും. ആ സമയത്ത് ഗുരുവിന്റെ യഥാർത്ഥമാക്കുന്ന 3D കണ്ണാടി വഴി ഈ പെയിന്റിംഗിലുള്ള സാധനം യഥാർത്ഥമായി മാറും.
ബുച്ചുക്കോ. ഗുരു എങ്ങാനും ഈ പെയിന്റിംഗ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മിസൈൽ യഥാർത്ഥമായിട്ട് പുറത്തേക്ക് വരും. ബുഷ്കോ. ഓ എന്റെ ആശാനെ, എന്നാൽ ഗുരു ഇത് എങ്ങനെയാണ് കാണുക? കാരണം ഗുരു കണ്ണടച്ചിരിക്കുകയാണല്ലോ. ഔ, 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 ബുച്ചുക്കോ. ഇപ്പോൾ ഞാൻ തുറപ്പിക്കാം അവന്റെ കണ്ണ്. ഏട്ടുച്ചുക്. ഇന്ന പിടിച്ചോ. പോലെ ഗുരുവിന് കാണിച്ചു കൊടുത്തത് എന്താണ്? ഇങ്ങോട്ട് നോക്കൂ, പെയിന്റിംഗ്. ഇതിൽ നിന്നും എന്താണ് പുറത്തേക്ക് വരിക? അങ്ങോട്ട് നോക്കൂ, മിസൈൽ. മേജർ സാർ, ഈ മിസൈൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് പൊട്ടിയെങ്കിൽ നമ്മൾ താഴേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇത് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മമമിയ, നമ്മൾ ഡബിൾ സ്പീഡിൽ താഴേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ താഴെ വീണാൽ താവണ പൊടിയായിരിക്കും. ഐഡിയ കൂട്ടുകാരെ, ഈ 3D കണ്ണട വെച്ച് തന്നെ ഞാൻ എല്ലാവരെയും രക്ഷിക്കാൻ പോകുന്നു ഇപ്പോ. മമമിയ, നമ്മുടെ ഗുരു ഈ ഗ്യാസ് ബലൂൺ മുഖേന നമ്മളെല്ലാം രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല, ഇതിൽ നിന്നും തീ വരുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ കെടുത്തണം. വേണ്ടടാ പോലെ, അങ്ങനെയൊന്നും ചെയ്യരുത്. തീ അടച്ച് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. എന്നാൽ നീ അങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മളെല്ലാരും താഴേക്ക് പോവാൻ പോവുകയാണ്. രക്ഷിക്കൂ. കൊള്ളാമല്ലോ, ഈ മാട്രസ് നമ്മളെ ഇപ്പോൾ തന്നെ രക്ഷിക്കും. നോക്കെന്റെ പോലെ, ഈ കണ്ണട ഇളക്കി മാറ്റുന്നത് വരെ നീ എന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അവിടെ 4 ചുമര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ മുറി മുഴുവൻ ഇരുട്ടായി ഇരിക്കുകയും വേണം. അതുപോലത്തെ ഒരു സ്ഥലം എനിക്ക് അറിയാം ഗുരു. ഗുരു, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. എടാ കൊള്ളാമടാ എന്റെ പോലെ. ഇവിടെ മുഴുവൻ ഇപ്പോൾ ഇരുട്ടാണ്. കൂടാതെ ഈ സ്ഥലത്ത് ഇപ്പോൾ ആരുമില്ല. അല്ല, ഈ സ്ഥലം ഏതാണ് എന്റെ ചക്കരെ? മൂവി തിയേറ്റർ ആണ് ഗുരു. കലക്കിയടാ എന്റെ പോലെ. എന്ത് നല്ല ഐഡിയ ആണ്. ഇനി ഞാൻ ഇവിടെ സമാധാനത്തോടെ ഒന്ന് ഇരിക്കട്ടെ. എന്തായാലും നമ്മുടെ ആൽബർട്ടോ ഇത് ഇളക്കി മാറ്റാനുള്ള സൂത്രപ്പണിയുമായിട്ട് ഇങ്ങോട്ട് വരും. വെരി ഗുഡ് ബോലെ. ഗുരുവിനെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് തന്നെ അവൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ MJ ഗുരുവിന് ഗോഡ്സ് ദ ഡിസ്ട്രോയർ പടം കാണിച്ചു കൊടുക്കാം. എടാ എന്റെ ചക്കരെ, സ്ക്രീനിൽ എങ്ങനെയാടാ ഈ ഗോഡ്സില്ല മൂവി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്? ഗുരു, ഞാൻ ഇപ്പോൾ തന്നെ പോയി ചായയും പലഹാരവും കൊണ്ടുവരാം. ചായയും പലഹാരൊക്കെ എന്തിനാടാ ചക്കരെ? ഗുരു, അങ്ങ് ഇതിനെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിപ്പോ നമ്മെ കാണാൻ പുറത്തേക്ക് വരും. നമ്മെ കാണാൻ വരുന്ന അതിഥിക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ ഗുരു? എടാ എന്റെ ചക്കരെ, ഇത് ചായയും പലഹാരം കഴിക്കുന്നതോടൊപ്പം നമ്മളെയും വിഴുങ്ങൂടാ. എടാ വേഗം ഓടിക്കാ. എടാ വേഗം ഓടിക്കൂടാ പോലെ. ഓടിക്കോ, പെട്ടെന്ന് ഓടിടാ. എടാ പോലെ, ഈ ഗോഡ്സിലെ എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കടാ. എനിക്കിതൊന്നും കാണാനുള്ള ചങ്കറുപ്പില്ലടാ എന്റെ ചക്കരക്കുട്ട. പേടിക്കണ്ട ഗുരു, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഇതിനെ നേരിടാം. പാട്ട് പാടിയിട്ടാണോ? അല്ല, ഇവന് കൊടുക്കുന്ന ആഹാരം നിർത്തി. ഇവന്റെ ആഹാരം നശിപ്പിച്ചാൽ പിന്നെ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രോബ്ലം സോൾവ്. കേട്ടോ എന്റെ പോലെ, ഏതെങ്കിലും പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ തുടങ്ങും നിന്റെ നൃത്തവും പിന്നെ എന്റെ പാട്ടും. തകദിൻ തകദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യം ആടി. Godzilla, Godzilla, oh God, Godzilla, Godzilla, काहे
काहे हमें ये मिला वनडी 2D 3D चश्मा दे गया हमको ये चकमा खेले मुझसे इसको जल्दी छुटकारा दिला ओ गॉड गॉडजिला काहे हमें ये मिला ഗുരുവും പോലെയും ഗോഡ്സിലയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം ആ 3D കണ്ണാടിയും പൊട്ടിച്ചിരിക്കുന്നു. ഗുരു ബോലയോട് ആര് കളിച്ചാലും അവസാനം ഇങ്ങനെയായിരിക്കും. ഞങ്ങളെ കണ്ടാൽ ഗോഡ്സില്ല പോലും പേടിച്ചു ഓടും ഇടവഴി